ഇന്നത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ എപ്പിസോഡിലെന്ന് വെച്ചാൽ നിധിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചേട്ടത്തി വിളിക്കുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുക. എന്നാൽ നിധിയുടെ അടുത്ത് ആദ്യം നിധിയുടെ അമ്മ പറയുക, എങ്ങനെയെങ്കിലും അവളെ ഫോൺ വിളിച്ച് ഇവിടെ വരുത്തിക്കണം, എന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു, അവൾ പോകാതിരിക്കാൻ്റെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സോടെ അവളെ ഫോൺ വിളിച്ച് പറയുകയും ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരാൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിധിയാണെങ്കിൽ പറയുകയാണ് സുഭാഷിൻ്റെ അടുത്ത്, വീട്ടിൽ നിന്ന് ചേട്ടത്തി ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടത്തി പറഞ്ഞു സർട്ടിഫിക്കറ്റൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടി വന്നാൽ തരാമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇന്ന് തന്നെ വരണമെന്നും പറഞ്ഞു. അങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എങ്കിലും പൊയ്ക്കോളൂ, ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ഇളയാളെ കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് വരുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ പെട്ടെന്ന് ചേട്ടത്തി വിളിക്കാൻ കാരണം, നിധിന് പോയിട്ട് വരുമോ, അവരെന്തോ ഒരു ഉദ്ദേശമില്ലാതെ ഒരു പ്ലാനിങ് ആണെന്ന് എനിക്ക് തോന്നുക എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ചേട്ടത്തിയല്ലേ വിളിക്കുന്നത്, ചേട്ടത്തി സർട്ടിഫിക്കറ്റ് എടുത്ത് തരാനാണ് വിളിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നിധി പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിനും ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു ഫോൺ വിളിയിൽ. കാര്യം എന്തെന്ന് വെച്ചാൽ അല്ലാതെ വീട്ടിലോട്ടാണല്ലോ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിഷമത്തിൽ തന്നെയാണ് സുധീഷ് അതറിഞ്ഞ പിന്നെ. അങ്ങനെ നിധി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ യാത്രയ്ക്ക് പോവുകയല്ലേ, പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട് നിതീഷിൻ്റെ. അങ്ങനെ പൈസ വാങ്ങുകയും സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും സൂക്ഷിച്ച് പോയിട്ടാണ് വരാനെന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും നടന്ന് നിധിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നിധിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി സുധീഷ് പറയുന്നുണ്ട്, കാശൊന്നും ഇല്ലാത്തല്ലേ, ഇതും വെച്ചിരുന്നോ എന്ന് പറഞ്ഞ് സുധീഷും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവുകയല്ലേ, എനിക്ക് നല്ലൊരു ഭയം തോന്നുന്നുണ്ട് നിധി എന്നും സുധീഷ് നിധിയോട് പറയുന്നുണ്ട്. ഞാനല്ലേ കൂടെ പോകുന്നേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അനിയനും പറയുന്നുണ്ട്. അങ്ങനെ അവിടെയാണെങ്കിൽ ചേട്ടത്തിയാണെങ്കിൽ എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയും നിധി വരുന്ന ആ നിമിഷമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നും പറയാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നിധിയെ ഇനി തിരിച്ചു വിടണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിധിയുടെ അമ്മ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ നിധിയാണെങ്കിൽ വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നിധിയുടെ അമ്മ. നിധിയുടെ അമ്മയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും സഹോദരൻ്റെ അടുത്തും പറയുകയാണ്, എന്തായാലും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ വരാൻ വേണ്ടി സർട്ടിഫിക്കറ്റിന് വിളിച്ചിട്ടുണ്ട്, വരുമ്പോഴത്തേക്കും തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നിധിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ നീ പറഞ്ഞേ, എപ്പോഴും വിളിച്ചു, ആര് വിളിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പുണ്ടോ അവൾ പോകില്ല എന്ന്? അപ്പോഴത്തേക്കും നിധിയുടെ അമ്മ പറയുന്നുണ്ട്, അത് എനിക്ക് ഉറപ്പുണ്ട്, അവൾ പോകില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടില്ല അവളെ എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നിധിയുടെ സഹോദരനും പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് തോന്നുന്നില്ല, അവൾ വരുമെന്ന് തന്നെ തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ നശിച്ച വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. അവളെ സമാധാനം പോയില്ല എങ്കിലും കുഴപ്പമില്ല, എൻ്റെ സമാധാനമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഏതെങ്കിലും നല്ലൊരു വീട്ടിൽ പോയിരുന്നെങ്കിൽ വിചാരിക്കാമായിരുന്നു അവൾ നല്ല രീതിയിൽ ഇരിക്കുകയെന്ന്. പക്ഷേ ഇതറിഞ്ഞത് മുതൽ എനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് എങ്ങനെയും അവളെ ഈ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുക എന്നൊരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാജീവിൻ്റെ അടുത്ത് പറയുന്നു, ഞാനാണെങ്കിൽ വിളിച്ചിട്ടുണ്ട്, അവളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വിടണ്ട, സർട്ടിഫിക്കറ്റ് നമ്മൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ, എന്നാലും ആ ഒരു ആവശ്യം പറഞ്ഞെങ്കിലും അവളിവിടെ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിധിയുടെ വീട്ടിലാണെങ്കിൽ എങ്ങനെയും എത്തിക്കുക എന്നുള്ളൊരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ നിധിയുടെ അമ്മയ്ക്ക്. അങ്ങനെ സുഭാഷും പറയുന്നുണ്ട്, എന്തായാലും അവളവിടെ പോയാൽ തിരിച്ചു വിടുമെന്നറിയില്ല, എന്തായാലും ഒരു മാറ്റം വന്നു തുടങ്ങിയതായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ വന്നു പോയത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാനല്ലേ പോയത്, പോയിട്ടിങ്ങ് വരുമല്ലോ,
അതിന് കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. എന്നാലും സുഭാഷിനൊരു ചെറിയ പേടിയും തോന്നുന്നുണ്ട് മുഖത്ത്. അങ്ങനെ സുധീഷും സുഭാഷും കൂടി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധിയുടെ അമ്മ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചെയ്യണം, അവൾ വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ തന്നെ അവളെ ഇവിടെ നിർത്തണം, എന്നാലേ അവളിവിടെ നിൽക്കുകയുള്ളൂ.